ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇണ്ടേറിയപ്പമാണ്. ക്രിസ്ത്യൻസ് എല്ലാവരും തന്നെ പാതി നോയമ്പിന് തയ്യാറാക്കുന്ന ഒരു അപ്പമാണ് ഇണ്ടേറിയപ്പം. ക്രിസ്ത്യൻസിന് മാത്രമല്ല, എല്ലാവർക്കും ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേസമയം തന്നെ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഇണ്ടേറിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇണ്ടേറി ഉണ്ടാക്കുന്നതിന് ഉഴുന്നുപരിപ്പും അരിപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടത്. ഇത് 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരുവിധം നന്നായി അരയണം. നമ്മളിപ്പോൾ ഉഴുന്നുപരിപ്പ് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇത് തേങ്ങ ചിരകിയത് 1 കപ്പുണ്ട്. ഇതിനി അരച്ചെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നല്ല ജീരകം, 6 വെള്ളുള്ളി, 1 കതിര് വേപ്പിലയും കൂടി അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇടാം. ഏകദേശം 1 മുറി തേങ്ങ ചിരകിയാലേ 1 കപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളുള്ളിയും ജീരകവും വേപ്പിലയും ഇടാം. വേപ്പില 1 കതിര് മുഴുവൻ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് അരച്ചെടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇത് 1.5 കപ്പുണ്ട്. അരിപ്പൊടി ഇല്ലാത്തവർ 1.5 കപ്പ് പച്ചരി കുതിർത്ത് അരച്ചെടുത്താൽ മതി. 1.5 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പാണ് കുതിർത്ത് അരച്ചെടുത്തത്. അരച്ചെടുത്ത ഉഴുന്നുപരിപ്പ് അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടും കൂടിയും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് തേങ്ങക്കൊത്ത് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. 3/4 കപ്പുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനായി ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ എല്ലായിടത്തും പരക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചിറ്റിച്ചെടുക്കാം. ഇനി തേങ്ങക്കൊത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ അരിപ്പൊടിയും തേങ്ങയും ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ച മിക്സാണിത്. ഇതിലേക്ക് വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ചേർക്കാം. അല്പം വേപ്പിലയും ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണേ. കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ മതി. അതുപോലെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഈ മിക്സ് കോരി ഒഴിക്കാനുള്ള പ്ലേറ്റിൽ അല്പം എണ്ണ തൂവി കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പ്ലേറ്റ് വെച്ച് മാവ് ഒഴിക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവാനായിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടി വരും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി ഇത് ആറി വരുമ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടൊക്കെ നല്ലവണ്ണം ആറിയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ഇണ്ടേറിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.
പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഇണ്ടേറിയപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇണ്ടേറി ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, എന്നാലോ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ പാതി നോയമ്പിന് ഇണ്ടേറി ഉണ്ടാക്കി നോക്കുക, കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക്